മോശം കൂട്ടുകാര് നമ്മളെ മക്കൾക്ക് ഉണ്ടാവരുത്. ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. മോശം കൂട്ടുകാരുണ്ടാവാൻ പാടില്ല. അപ്പൊ അത്തരം ക്യാമ്പസിലേക്ക് അയക്കരുത്. അവിടുന്നാണ് കുട്ടികൾ പലതും പഠിക്കുക. പലതും പഠിക്കൽ അങ്ങനെയാണ്. ആദ്യം കുട്ടികൾ നന്നാവണം എന്ന് ആലോചിക്കുന്ന ഏതൊരു രക്ഷിതാവും ചിന്തിക്കേണ്ടത് എന്റെ കുട്ടി ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളതാണ്. കാരണം അൽ മർഉ അലാ ദീനി ഖലീലി, കൂട്ടുകാരുടെ ജീവിത സ്റ്റൈൽ അനുസരിച്ചിട്ട് ഒരാൾ ജീവിക്കും. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരോടൊപ്പമാണ് കൂട്ടുകൂടേണ്ടതെന്ന് ശരിക്കും ആലോചിച്ചിട്ട് കൂട്ടുകൂടാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ നിയമമാണ്. ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇസ്ലാമിൽ ഒരു മാനദണ്ഡമുണ്ട്. എന്താ മാനദണ്ഡം? ഒന്നിക്കൽ അയാളെടുത്തുന്ന ഇൽമ ഇങ്ങോട്ട് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇൽമ അയാൾ കേൾക്കാൻ സന്നദ്ധനാവണം. ഇത് രണ്ടും അല്ലാത്ത ഒരു കൂട്ടുകാരായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് ഹിയയിൽ അതെടുത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട്.